ഇന്നിപ്പോഴേ നമ്മുടെ NCDC ജോയിൻ ചെയ്തിട്ട് 1 വർഷമായി. എന്തെങ്കിലും ചെലവുണ്ടായിരുന്നു? നമുക്ക് നല്ല ചെലവാണ്. പിന്നെ വേറെ ആർക്കാ ചെലവ് ചെയ്യുന്നത്? അതാണ്. എന്തൊക്കെയാണ് എന്തൊക്കെ ചെലവെന്നാണോ? അല്ല, ഈ ഒരു സമയത്ത് എന്താണ് മനസ്സിൽ തോന്നുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വളരെ പെട്ടെന്നാണ് ആ 1 വർഷം കഴിഞ്ഞത്. കഴിഞ്ഞ മെയ് 8 എന്ന് പറയുന്നത് ഇന്നലെ കഴിഞ്ഞു പോയതുപോലെ അതിൽ ഓരോ സംഭവങ്ങളും നമ്മുടെ ഓർമ്മയിലുണ്ട്. ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന ദിവസം സംഭവിച്ചതും പിന്നെ ട്രെയിനിങ് പീരീഡിലുള്ള ട്രെയിനിങ് കാര്യങ്ങള്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 1 മാസം ട്രെയിനിങ് എന്ന് പറഞ്ഞെങ്കിൽ ഒരാഴ്ചത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ പ്രോഗ്രാം നടത്താനുള്ള ഇതിലോട്ട്. അപ്പം എനിക്കങ്ങ് ടെൻഷനായിരുന്നു. വന്നൊരാഴ്ച ആയപ്പോഴേ പ്രോഗ്രാം ചെയ്യാനൊക്കെ പറയുന്നത് ഇപ്പൊ എങ്ങനെ? കാരണം PRO പോസ്റ്റിൽ എന്തൊക്കെയാണ് ജോലി റെസ്പോൺസിബിലിറ്റി എന്ന് പോലും അറിയാതാണ് വന്ന് ജോയിൻ ചെയ്തത്. ടീച്ചിങ് ആയിരുന്നു പ്രൊഫഷൻ. അപ്പൊ ഈ ഒരു എനിക്കിങ്ങനെ ഈ കുറെ വ്യത്യസ്തമായിട്ട് ഓരോന്ന് ട്രൈ ചെയ്യുന്ന ചെറുതായിട്ടുള്ളത് കൊണ്ട് PRO എന്നൊരു ജോബ് പത്രത്തിൽ കണ്ടപ്പം എനിക്ക് എന്താണെന്ന് അറിയണം, ആ ഒരു ജോലി ചെയ്ത് നോക്കണം. എന്തായാലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ. ഇതുവരെ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള സ്കില്ലുണ്ട്. അപ്പം മറ്റ് മേഖലകളിലേക്ക് നമ്മുടെ സ്കില്ല് കുറച്ചുകൂടി വളർത്തിയെടുക്കാൻ ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നിയതുകൊണ്ടാണ് വന്ന് ജോയിൻ ചെയ്തത്. പക്ഷെ എന്തായാലും എന്റെ വിചാരങ്ങളൊന്നും വെറുതെ ആയില്ല. ഒരുപാട് ഈ 1 വർഷം കൊണ്ട് എന്റെ വീട്ടുകാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്ന കാര്യമാണ്. നമ്മൾ ടീച്ചർ ആകുമ്പോൾ ഒരു ക്ലാസ്സിൽ 60 കുട്ടികൾ ഇരിക്കുമ്പോൾ ക്ലാസ് എടുക്കും. 1-2 വട്ടമൊക്കെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഈ വലിയൊരു ഓഡിയൻസിനെ കുറെ ഗസ്റ്റുകൾ വിശിഷ്ടാതിഥികളൊക്കെ ഇരിക്കുമ്പോൾ അവരെ അഡ്രസ് ചെയ്ത് സംസാരിക്കുക, പിന്നെ കുറച്ചു നേരം സ്പീച്ചായിട്ട് പറയുക, അതൊക്കെ ദിവസവും സ്പീച്ചിന് സ്റ്റേജിൽ കയറുമ്പോൾ ഇന്ന് എന്ത് പറയും, നമ്മൾ പ്രിപ്പയർ ചെയ്യും തലേന്ന്. ഇന്ന് എന്തൊക്കെ പറയും, നാളെ ഇരിക്കുന്ന ഓഡിയൻസ് ഏത് ടൈപ്പ് ആണെന്നൊക്കെ നോക്കിയിട്ട് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് അവരോട് പറയാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് അങ്ങനെയൊക്കെ വരുന്നത്. ഇപ്പൊ പക്ഷെ ഒന്നുമില്ല. എല്ലാ ദിവസവും പ്രോഗ്രാമാണ്. അപ്പൊ എല്ലാ ദിവസവും എന്തായാലും ഉറപ്പായിട്ട് സ്പീച്ച് ഉണ്ടാകും. അന്നേരം അവിടെ സ്റ്റേജിൽ കയറി ഇരിക്കുമ്പോൾ മനസ്സിൽ എന്ത് വരുന്നു, ആ ഓഡിയൻസിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വരുന്നു അതങ്ങ് സംസാരിക്കും. കയ്യിലെടുക്കാനുള്ള കഴിവും കയ്യിലെടുക്കാനുള്ള കഴിവെന്നല്ല, എന്തായാലും പറയാനുള്ള കണ്ടന്റ് കിട്ടാൻ ഒരു ക്ഷാമം വരുന്നില്ല. ശ്രദ്ധിച്ച് ആ ഒരു ഇത് എന്താണെന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നോളും. ഇപ്പൊ ഏത് പ്രായത്തിനനുസരിച്ചിട്ടാണോ അതിനനുസരിച്ചിട്ടുള്ള കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കഥ പറഞ്ഞു കൊടുക്കും. ഇച്ചിരി വലുതായിട്ടുള്ള അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ കവിത ചൊല്ലിക്കൊടുക്കും, കഥ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതേപോലെ എനിക്ക് നേരത്തെ വ്ളോഗിങ് മീൻസ് ഞാൻ ചെറിയ ചാനലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോസ് ഒന്നും അധികം ചെയ്തിട്ടില്ല. പിന്നെ ഇൻസ്റ്റയില് റീൽസ് ഒക്കെ അങ്ങനെ ചെയ്യുമായിരുന്നേ ഉള്ളൂ. പക്ഷെ ഇതിപ്പോ ഒരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് ഒരു കാര്യം പറയണമെങ്കിൽ നമ്മുടെ NCDCക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാമുകളായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോസ്. ആദ്യം സാർ എന്നോട് വീഡിയോ എടുക്കാൻ പറയുമ്പോൾ അന്നും എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ക്യാമറയെ ഫേസ് ചെയ്ത് നിന്ന് നമുക്ക് പ്രോപ്പറായിട്ടൊരു കാര്യം ഓഡിയൻസിനെ പറഞ്ഞ് അറിയിക്കാനുള്ളൊരു കഴിവില്ലായിരുന്നു. പിന്നെ സാറ് നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് അതും ചെയ്യിച്ചിട്ട് പിന്നെ ഇവിടെ വരുന്ന എല്ലാ പ്രോഗ്രാമിന്റെ അഡ്വർടൈസ്മെന്റ് വീഡിയോ 1-2 വീഡിയോ ഞാനും ജയശ്രീ മാമും കൂടി ചേർന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ ജയശ്രീ മാം പുല്ലൂരായതുകൊണ്ട് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഏത് പ്രോഗ്രാം വരുന്ന ഉടനെ വീഡിയോ സെറ്റ് ആക്കുന്നു, നമ്മൾ ഇടുന്നു. അങ്ങനെ വീഡിയോ ഇപ്പം മുഖം കാണിച്ച് വീഡിയോ ചെയ്യാനുള്ള ആ ഒരു മടി അതോടെ മാറി. സത്യം പറഞ്ഞാൽ ഈ സാറായിരിക്കുമല്ലേ നമ്മളെ ഏറ്റവും തീർച്ചയായിട്ടും നമുക്ക് സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോസ് എന്നുള്ളതിലുപരി നമുക്ക് ഒരുപാട് ഒരു ഫ്രണ്ട്ലി നമ്മളെ മാത്രമല്ല, ഒരു സ്കൂളിൽ പോയാൽ അത് പുതുതായിട്ട് കാണുന്ന ഒരു കുട്ടിയെ കഴിവുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാറിന് നല്ല ഒരു മനസ്സ് തന്നെയാണ് ഓരോരുത്തരെയും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതും പുതിയ പുതിയ കാര്യങ്ങൾക്ക്. അതില് സാറിന് നന്ദിയുണ്ട്. 1 വർഷം കൊണ്ട് അങ്ങനെ ഒരുപാട് വളർച്ച ഒരുപാട് കാര്യങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരുന്നാലും അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. കാരണം നമ്മള് ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളിടത്തൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റുള്ള ആൾക്കാർക്കിടയിൽ ഈഗോ ക്ലാഷ് കാര്യങ്ങൾ, അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ അങ്ങനത്തെ പ്രശ്നമേ കണ്ടിട്ടില്ല. ഈ 1 വർഷത്തിനിടയ്ക്ക് 1-2 സ്റ്റാഫുകൾ വന്നു പോയി നിന്നിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട്. നമുക്ക് ആർക്കിടയിലും ഒരു പ്രശ്നം അങ്ങനെ ഒരു ഈഗോ ക്ലാഷോ വഴക്കോ പ്രശ്നമോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ് ഇല്ലാത്ത ഭയങ്കര മൈൻഡ് നല്ല റിലാക്സ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ല എൻജോയ് ചെയ്തിട്ട്, എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എൻജോയ്മെന്റ് ആണ് ഈ ജോലി. നമ്മള് വേറെ കാര്യമാണ്, നമ്മൾ ഏത് സ്കൂളിൽ പോയാലും അവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് നമ്മളും കൂടെ നിങ്ങളെ കൂടെ വന്നോട്ടെ അല്ലെങ്കിൽ നമ്മളും കൂടെ ജോയിൻ ചെയ്തോട്ടെ. കാരണം അത് അവർക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മളൊരു സ്കൂളിൽ പോകുന്നവരുടെ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ കൊണ്ടുള്ള ആക്ടിവിറ്റീസ്, കഴിവ്, എന്താണ് ഡാൻസ് ആണോ പാട്ടാണോ അതൊക്കെ ചെയ്ത് ഫുൾ എൻജോയ്മെന്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പൊ അവരും ചോദിക്കാറുണ്ട് നമ്മളോടെ കൂടെ കൂടിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല നമുക്ക് ഒരു ഭാഗ്യം തന്നെയാണ് ഈ ഒരു എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഇവിടെ ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ജോലി അത്രയും ഇഷ്ടപ്പെട്ടത്.
പിന്നെ എന്താണ് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഓരോ ദിവസവും പഠിക്കാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ 100% ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പോയിന്റിൽ സാറ് പറയും അല്ല നിങ്ങളെ കൊണ്ട് ഇനി ഇത് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ചു ഇത്രേ പറ്റുള്ളൂ, ഇനി ഇതിന്റെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റത്തില്ല സാർ എന്താ എന്നിട്ടായി പറയുന്നതൊക്കെ അന്ന് ഒരു ചെറിയതൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് അതല്ലായിരുന്നു നമ്മുടെ 100%, ഇനിയും വരാനുണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. ആ ഒരു പുഷ് സാറ് പറയുന്നത് നന്നായിട്ട് തരുന്നുണ്ട്. വർക്ക് പ്രഷർ അല്ല അത്, പക്ഷെ എന്തോ നമ്മൾ ചെയ്യുന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഓരോ കാര്യങ്ങൾ. അത് ഞാൻ മാത്രമല്ല എല്ലാവർക്കും ആ ഒരു ഈക്വലായിട്ട് സാറ് കൊടുക്കുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം നിറഞ്ഞ ഒരു വർഷമായിരുന്നു. ഒരു വർഷം പെട്ടെന്നാണ് ഒരു വർഷം കഴിഞ്ഞത്, ഭയങ്കര പെട്ടെന്നായിപ്പോയി ഒരു വർഷം പോലെ തോന്നുന്നതായിരിക്കും. നമ്മൾ വന്നപ്പോഴായിരുന്നാലും നമ്മളെടുത്തായിരുന്നാലും എല്ലാ PROസിന്റെ അടുത്തും നമ്മളെ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരികയും നമ്മൾ നാലുപേരും നല്ല കൂട്ടാണ്. അതേപോലെ തന്നെ സാറായിരുന്നാലും അങ്ങനെ തന്നെ നമ്മളെ ഫുൾ സപ്പോർട്ടാണ് ഏതൊരു കാര്യത്തിനും. ശരിക്കും ഈ ഒരു 1ാം വാർഷികത്തിന് എന്റെ എല്ലാവിധ തീർച്ചയായിട്ടും വേണം, അത് ഉറപ്പായിട്ടും വേണം. എന്റെ ഇനിയും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.